എല്ലാവർക്കും നമസ്കാരം. റിവിറ്റ് ആർക്കിൻ്റെ ഒരു പുതിയ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ആർച്ച് കർട്ടൻ വാൾ എങ്ങനെ കൊടുക്കാൻ നോക്കാം. ഇത് ആർച്ച് കർട്ടൻ വാൾ, 3D വ്യൂ, ഇത് എലിവേഷൻ, ഇത് പ്ലാൻ. ഓക്കെ, ഇതിനു മുമ്പ് കുറേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വാൾ, കയറ് വാൾ ആർച്ച് കൊടുക്കുന്നത്, ഫർണിച്ചർ കൊടുക്കുന്നത്, കർട്ടൻ വാൾ. ഓക്കെ, ഇങ്ങനെയുള്ള വീഡിയോ നിങ്ങൾ ട്രൈ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആവശ്യമില്ല, എന്നാലും ഓട്ടോക്കാടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് റിവിറ്റ് കുറച്ചുകൂടെയൊക്കെ പഠിക്കാൻ നല്ലതായിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും ജോബിന് എന്തെങ്കിലും പ്രയാസപ്പെടുമ്പോൾ വേറൊരു കമ്പനി ട്രൈ ചെയ്യാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ റിവിറ്റ് അത്യാവശ്യമാണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, നമുക്ക് ഇതെങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. മുള്ളിനൊക്കെ ഓട്ടോമാറ്റിക് വരും, ഗ്ലാസ് പാനലൊക്കെ. വാൾ വരയ്ക്കുക. ഇതിൻ്റെ അകത്ത് കർട്ടൻ വാൾ എങ്ങനെ കൊടുക്കാൻ നോക്കാം. രണ്ട് രീതിയിൽ കൊടുക്കാം. കർട്ടൻ വാൾ ഉണ്ട്, സ്റ്റോർ ഫ്രണ്ടും ഉണ്ട്. നമ്മൾ കർട്ടൻ വാൾ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അത് ഇങ്ങനെ വന്ന് വരുമ്പോൾ ആദ്യമായിട്ടുള്ളവർക്കാണെങ്കിൽ ബുദ്ധിമുട്ട് വരും. കട്ട് ചെയ്തില്ലല്ലോ, വാൾ കട്ട് ചെയ്തില്ലല്ലോ, എന്ത് ചെയ്യും? അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും. അങ്ങനെ വരുവാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ടൈപ്പിൽ വരിക, എന്നിട്ട് ഓട്ടോമാറ്റിക്കലി ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്ലൈ. ഓക്കെ, അത് മാറി 3D. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്താൽ അതനുസരിച്ച് വാൾ ഓട്ടോമാറ്റിക് അവിടെ വന്നോളൂ. കളയാണെങ്കിൽ ഓട്ടോമാറ്റിക് വാൾ ഫില്ലായുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത കർട്ടൻ വാൾ ഇതെടുക്കുക. സ്റ്റോർ ഫ്രണ്ട്, ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതിൽ നിന്ന് വരയ്ക്കുമ്പോൾ മുള്ളിനൊക്കെ ഓട്ടോമാറ്റിക് വന്നോളൂ. ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വരിക. എന്നിട്ട് തന്നെ എഡിറ്റ്, എന്നിട്ട് ആർച്ച് കൊടുക്കുക. ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, കർട്ടൻ വാൾ ആയിട്ടുണ്ട്. നമുക്ക് മുള്ളിനൊക്കെ ആഡ് ചെയ്യാം. ഇത് ഓട്ടോമാറ്റിക് വന്നു. ഇനി വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ഗ്രിഡ് ഇങ്ങനെയാണ് കർട്ടൻ വാൾ ആർച്ച് കൊടുക്കുന്നത്. ഡയമെൻഷൻ അനുസരിച്ച് വേണേൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഈ രീതി എടുക്കുകയാണെങ്കിൽ
മുള്ളിന് വേണ്ടി ഗ്രിഡ് വരും. എന്നിട്ട് മുള്ളിന് കൊടുക്കുക. ഇങ്ങനെയാണ് ആർച്ച് ഉണ്ടാക്കുന്നത്. നേരത്തെ മുമ്പുള്ള വീഡിയോയിൽ ഇതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇത് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്തിട്ട് എഡിറ്റ് ഇതിൻ്റെ ടാബ് നീക്കണമെങ്കിൽ ടാബ് പ്രസ് ചെയ്യുക. എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ആർച്ച് കർട്ടന്മാർ കൊടുക്കുന്നത്. ഈ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.